Hi friends, welcome to Capture Kit. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ആനിമേറ്റഡ് ലോഗോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതും സിമ്പിളായിട്ട്, അതായത് ഈ കാണുന്ന ടൈപ്പ് ആനിമേറ്റഡ് ലോഗോ എങ്ങനെ ഈസി ആയിട്ട് അതും ആർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കമ്പ്യൂട്ടർ ആണെങ്കിൽ അഡോബ് പ്രീമിയർ പ്രോയിൽ കയറി സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ബട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഫാമിലിയിൽ ഒരു 50% ആൾക്കാർക്കും പ്രീമിയം പ്രോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇന്ന് നമ്മൾ മൊബൈൽ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രീമിയം പ്രോയിൽ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പ്രീമിയർ പ്രോ വേർഷനും കൂടെ ഇറക്കാം. സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഗൈസ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഞാൻ എടുക്കുന്ന ഫോട്ടോസ് സ്റ്റോറീസും ഒക്കെ കാണാം താല്പര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഐഡീൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് കയറി നോക്കിയാൽ മതി. അതേപോലെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ഗൈസ് കുറേ പേര് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടില്ല, അതും കൂടെ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മളിന്ന് എഡിറ്റ് ചെയ്യാൻ പോകുന്ന ആപ്ലിക്കേഷൻ ഏതാണെന്ന് വെച്ചാൽ അലൈറ്റ് മോഷനാണ്. പ്ലേ സ്റ്റോറിൽ കിട്ടും, ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഇനി മൊത്തം നമുക്ക് അലൈറ്റ് മോഷന് വെച്ച് കാണാം. സോ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, അപ്പോൾ ആദ്യം തന്നെ അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓപ്പൺ ചെയ്യാൻ നേരം ഇങ്ങനെയൊക്കെയും കാണാൻ പറ്റുക. അപ്പോൾ താഴെ ഒരു പ്ലസ് ഉണ്ട്, ജസ്റ്റ് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പം ഇവിടെ 16:9 ഇടുക. പിന്നെ 1080p 30 മാറ്റിയിട്ട് 60 ഫ്രെയിം പെർ സെക്കൻഡ് ആക്കുക, FPS. പിന്നെ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് മാറ്റി ബ്ലാക്ക് ആക്കിയിട്ട് ഇവിടെ താഴെ ക്രിയേറ്റ് പ്രൊജക്റ്റ് ഉണ്ട്, അത് ജസ്റ്റ് കൊടുക്കുക. ഓക്കെ, അത് കൊടുക്കുമ്പോൾ നമ്മളിങ്ങനെ ഇൻ്റർഫേസിലേക്ക് ആയിരിക്കുമ്പോൾ ഇനി നേരെ താഴെ പ്ലസ് കൊടുത്തിട്ട് നമ്മളിലേക്ക്, അതായത് ഞാൻ എടുത്ത നിയോണിൻ്റെ എഫക്റ്റിൻ്റെ ലോഗോ ഇല്ലേ, അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഏത് ഫോൾഡറിലാണോ അത് ജസ്റ്റ് ഇതിലേക്ക് എടുത്തിടുക. അത് നേരെ പ്ലസ് ഐക്കൺ ഞെക്കുക. എന്നിട്ട് ഇവിടെ ഇമേജ് ആൻഡ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണും, അത് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ആഡ് ചെയ്യുക. ഞാൻ ഇപ്പോൾ ആഡ് ചെയ്യട്ടെ ഗൈസ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ലൈക്ക്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ബാക്കി വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുകയാണ്. കണ്ടില്ലേ, കറക്റ്റ് ആ നിയോൺ എഫക്റ്റിൻ്റെ ആ ലോഗോ വന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിങ്ങനെ കറക്റ്റ് കൊണ്ടുപോയിട്ട് സ്റ്റാർട്ടിങ് ഒരു ഹാഫ് ഇല്ലേ, അതായത് ഇതേപോലെ ഹാഫ് എത്തിച്ചിട്ട് നിർത്തുക. അതിന് ശേഷം ഇതിലേക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ ലോഗോ ഉണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഇമേജസിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇൻസ്റ്റാഗ്രാമാണോ യൂട്യൂബോ ഏതായാലും നിങ്ങളുടെ ഇഷ്ടം പോലെ. ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ലോഗോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഞാനിപ്പം ആഡ് ചെയ്യട്ടെ, അതായത് നേരെ ഒന്ന് സ്ക്രീനിൽ തൊടുക. അതിന് ശേഷം വീണ്ടും പ്ലസ് ഐക്കൺ ഞെക്കിയിട്ട് ഇമേജ് ആൻഡ് വീഡിയോ ഞെക്കിയിട്ട് ഇൻസ്റ്റാഗ്രാം ലോഗോയും കൂടെ ആഡ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലോഗോ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇത് ചെറുതാക്കാനായിട്ട് ഇവിടെ മൂവ് ആൻഡ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അതെടുക്കുക. അതെടുത്തിട്ട് താഴെ ഒരു ഓപ്ഷൻ ഉണ്ട് മൂന്നാമതായിട്ട്, അത് ജസ്റ്റ് പ്രസ് ചെയ്യുക. അതിന് ശേഷം ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിങ്ങനെ ചെറുതാവും. കറക്റ്റ് സ്ക്രോൾ ചെയ്ത് വേണ്ട വലിപ്പം വെക്കുക. ഓക്കെ, കുറച്ചുകൂടെ ചെറുതാക്കി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കറക്റ്റ് സെൻറ്ററിലോട്ടാക്കുക. കുറച്ച് താഴേക്ക് ഇറക്കി വെച്ചു. ഓക്കെ, കുറച്ചൊന്ന് താഴേക്ക് വെച്ചു. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് സെൻറ്റർ ആയിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ചെറുതാക്കി കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് സൈസായി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ സ്ക്രീനിൽ തൊടുക. അതിന് ശേഷം ഏറ്റവും അങ്ങോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മൾ ആഡ് ചെയ്ത ആദ്യത്തെ ഓവർലേ ഇല്ലേ, അതായത് നിയോൺ എഫക്റ്റ്, അതിൻ്റെ അവിടം വരെ നമ്മളിപ്പോൾ ആഡ് ചെയ്ത ഇൻസ്റ്റാഗ്രാമിൻ്റെ ഇതും കൂടെ എത്തിക്കുക. അതിനായിട്ട് ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ നീട്ടി അങ്ങ് അറ്റം വരെ എത്തിക്കുക. അതായത് നിയോൺ എഫക്റ്റുള്ള ഇടം വരെ കറക്റ്റ് കൊണ്ടുപോയിട്ട് എത്തിക്കുക. അങ്ങനെ നമ്മൾ ലാസ്റ്റ് വരെ ഇൻസ്റ്റാഗ്രാം ലോഗോ എത്തിച്ചു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, കറക്റ്റ് നല്ല നിയോൺ എഫക്റ്റിൻ്റെ കൂടെ ലോഗോ അങ്ങ് വരെ ഉണ്ട്. ഇനി നമുക്ക് ഈ ഇൻസ്റ്റാഗ്രാം ലോഗോയ്ക്ക് ഒരു ആനിമേഷൻ കൊടുക്കണം, അതായത് നിയോൺ എഫക്റ്റ് പോണ പോലെ ഒരു ആനിമേഷൻ നമുക്ക് കൊടുക്കണം. അതിനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റ് ലോഗോ തുടങ്ങുന്നിടത്ത് വരിക. എന്നിട്ട് മറ്റേ നമ്മൾ ആദ്യം ആഡ് ചെയ്ത നിയോൺ എഫക്റ്റ് ഇല്ലേ, അത് കറക്റ്റ് എവിടെയാണോ വേണ്ട അവിടെ വെച്ച് ലോഗോ വേണം. അപ്പം ഞാൻ കറക്റ്റ് എനിക്ക് ഇവിടെ വെച്ച് മതി. അതിന് ശേഷം അതായത് ഇൻസ്റ്റാഗ്രാം ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നേരെ ഫസ്റ്റ് സ്ഥലത്തേക്ക് വരിക. അതിന് ശേഷം ഇവിടെ താഴെ മൂവ് ആൻഡ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഞെക്കിയിട്ട് ഓക്കെ. ഇനി ജസ്റ്റ് ആനിമേഷൻ കീ പ്രസ് ചെയ്ത ശേഷം കറക്റ്റ് ടൈം ലൈൻ കൊണ്ട് എത്തിക്കുക, അതായത് എവിടെ എത്തുമ്പോഴാണ് വേണ്ട കറക്റ്റ് വെച്ചു. അതിന് ശേഷം ഒന്നുകൂടെ ആനിമേഷൻ കീ പ്രസ് ചെയ്ത ശേഷം ഇവിടെ സ്ക്രീനിൽ ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് നമുക്ക് കൊണ്ടുപോയി എത്തിക്കാവുന്നതാണ്. ഇങ്ങനെ നൈസായിട്ട് കൊണ്ടുപോയിട്ട് എവിടെയാണോ വേണ്ട അവിടെ കൊണ്ടുപോയി കറക്റ്റ് വെക്കുക. അപ്പോൾ നമ്മൾ ലോഗോയ്ക്ക് ആനിമേഷൻ കൊടുത്തു. ഇനി ജസ്റ്റ് സ്ക്രീനിൽ ടാപ്പ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടില്ലേ, കറക്റ്റ് ലോഗോയും പോകണം അതിൻ്റെ കൂടെ. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ കറക്റ്റ് ലോഗോയും പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആനിമേഷൻ കൊടുത്തു. ഇനി ജസ്റ്റ് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, കറക്റ്റ് അതിൻ്റെ കൂടെ തന്നെ ലോഗോയും പോണേ.
ഇനി ഇതിനകത്ത് നമുക്ക് നെയിം ആഡ് ചെയ്യണം ഗൈസ്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇനിയാണ് മെയിൻ ഫോണ്ട് കണ്ടുപിടിക്കില്ല. അപ്പോൾ ഞാൻ വാട്സപ്പിലൊക്കെ കണ്ട സ്റ്റാറ്റസിലുള്ള ഫോണ്ട് കണ്ടുപിടിക്കാൻ കുറേ ഗൂഗിളിലൊക്കെ കയറി സെർച്ച് ചെയ്ത് നോക്കി, ബട്ട് കിട്ടിയില്ല. പിന്നെ സെർച്ച് ചെയ്തിട്ട് ഫൈനലി കിട്ടി. അതിൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ സ്ട്രൈക്ക് ഫോണ്ടെന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അതായത് അത് എയർ സ്ട്രൈക്ക് ഫോണ്ടെന്ന് ജസ്റ്റ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ dafone.com ലിങ്കൊക്കെ വരും. അപ്പോൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്താൽ മതി. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണമെന്നില്ല, കാരണം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നെയിം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റ് ഈ ലോഗോ എവിടെയാണോ വരുന്നത് ആനിമേഷൻ കഴിയുന്ന അവിടെ കൊണ്ടുപോയിട്ട് കറക്റ്റ് നെയിം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലസ് ഐക്കൺ ഞെക്കിയിട്ട് ഇവിടെ താഴെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്, അത് ഞെക്കിയിട്ട് നെയിം ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ നെയിം ഇപ്പോൾ ആഡ് ചെയ്തു. അതിന് ശേഷം ഇവിടെ മേലെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഫോണ്ട് വേണം. അപ്പോൾ ഞാൻ ഇപ്പോൾ ആഡ് ചെയ്ത ഫോണ്ട് ഇവിടെ മേലെ കണ്ടില്ലേ കൊടുത്തിട്ടുണ്ട്, അത് കറക്റ്റ് വെക്കുന്നു. അതിന് ശേഷം ഇവിടെ നമുക്ക് സൈസും കാര്യങ്ങളൊക്കെ വലുതാക്കാം. അതിനായിട്ട് ഇപ്പുറത്തെ ഓപ്ഷൻ എടുത്തിട്ട് ആ 18 PT എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് സൈസും കറക്റ്റ് ആക്കാം. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ വലുതാക്കുന്നുണ്ട്. ഓക്കെ, വലുതാക്കി ഇപ്പോൾ സൈസും കൊടുത്തിട്ടുണ്ട്, കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അതിന് ശേഷം ഇവിടെ കളറിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അത് ഞെക്കിയിട്ട് വൈറ്റ് ആക്കുക. അപ്പോൾ കണ്ടില്ലേ കറക്റ്റ് വന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കുറച്ച് ഒറിജിനാലിറ്റി ആക്കാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാം ലോഗോയൊക്കെ ബ്ലെൻഡ് ചെയ്യണം. ബ്ലെൻഡ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം ലോഗോ എടുക്കുക. അതിന് ശേഷം ഇവിടെ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി ഉണ്ട്. അതിന് ശേഷം ഇവിടെ ലൈറ്റൻ എടുത്തിട്ട് സ്ക്രീനോ ലൈറ്റനോ കൊടുക്കുക. സ്ക്രീൻ കൊടുത്തു. ഓക്കെ, ഇപ്പം കറക്റ്റ് ഒറിജിനാലിറ്റി വന്നിട്ടുണ്ട്. നമ്മൾ ടിക്ക് കൊടുത്തു. ഇനി ഈ നെയിമും കൂടെ ലാസ്റ്റ് വരെ എൻഡ് വരെ എത്തിക്കണം. അതായത് കറക്റ്റ് എൻഡ് വരെ ടൈം ലൈൻ തീരുന്നിടം വരെ എത്തിക്കണം. അതിനായിട്ട് നമ്മൾ കറക്റ്റ് ഇതും കൊണ്ടുപോയിട്ട് ഇതും അങ്ങ് സ്ക്രോൾ ചെയ്ത് അങ്ങ് വരെ എത്തിക്കുക. ഇനി എങ്ങനെയാണ് നമുക്ക് നിയോൺ എഫക്റ്റിൻ്റെ കളർ മാറ്റുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നിയോൺ എഫക്റ്റ് സെലക്ട് ചെയ്യുക. അതിന് ശേഷം ഇവിടെ എഫക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. അതിന് ശേഷം ഇവിടെ ആഡ് എഫക്റ്റ് കൊടുക്കുക. ആഡ് എഫക്റ്റ് കൊടുത്തിട്ട് ഇവിടെ കളർ ആൻഡ് ലൈറ്റ് കൊടുത്തിട്ട് അതിനകത്ത് ഹോട്ട് കളർ സെലക്ട് ചെയ്താലും മതി. അല്ലെങ്കിൽ അപ്പോൾ ഹ്യൂ ഷിഫ്റ്റ് വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ തിരിച്ച് കഴിഞ്ഞാൽ കളർ മാറും. കണ്ടില്ലേ പല കളർ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ. കണ്ടില്ലേ പല രീതിയിലുള്ള കളർ. അപ്പോൾ നിങ്ങളുടേതായ രീതിയിൽ ചെയ്യാം. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് കളറും കാര്യങ്ങളൊക്കെ മാറ്റാം. അതായത് ഹ്യൂ ഷിഫ്റ്റ് എടുത്തിട്ട് അങ്ങനെ നമ്മൾ ലോഗോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനകത്ത് ഫൈനൽ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെയിമിന് ആനിമേഷൻ കൊടുക്കണം. അതിനകത്ത് നെയിം സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ താഴെ എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ആഡ് എഫക്റ്റ് കൊടുക്കുക. അതിനുശേഷം താഴെ മൂവ് ആൻഡ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അതിനകത്ത് ഓഫ്സെറ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഓഫ്സെറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും വരുന്നത്. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നെയിമിൻ്റെ ഫസ്റ്റ് ഭാഗത്തേക്ക് വന്നിട്ട് അവിടെ ഒരു ആനിമേഷൻ കീ കൊടുക്കുക. അതേപോലെ എൻഡിലും പോയിട്ട് ഒരു ആനിമേഷൻ കീ കൊടുക്കുക. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഒരു 2 തവണ ആനിമേഷൻ കീ ബാക്കോട്ട് അടിച്ചാൽ മതി. അങ്ങനെ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി എങ്ങനെ ഇത് ജസ്റ്റ് സേവ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ സേവ് ചെയ്യാനായിട്ട് മേലെ ഒരു ഐക്കൺ ഞെക്കിയിട്ട് വീഡിയോ ഫോർമാറ്റ് എടുക്കുക. എന്നിട്ട് നമ്മുടെ റെസൊല്യൂഷനൊക്കെ കാര്യങ്ങളൊക്കെ ഫുള്ള് കൊടുത്ത് ക്വാളിറ്റിയൊക്കെ ഫുള്ളിടാം. അപ്പോൾ ഞാനിപ്പോൾ ക്വാളിറ്റി ഫുള്ളിട്ടു. അതിന് ശേഷം എക്സ്പോർട്ട് കൊടുത്തു. അങ്ങനെ നമ്മുടെ ലോഗോയിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ സേവ് ചെയ്തു. ഇനി ഇതെങ്ങനെ വേറൊരു വീഡിയോയിൽ, അതായത് നമ്മൾ സ്റ്റാറ്റസിലൊക്കെ കാണുന്ന പോലെ അതിൻ്റെ അടിയിൽ ലോഗോ എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. ആയിട്ട് നേരെ വേറൊരു വീഡിയോ അലൈറ്റ് മോഷനി ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് നേരെ എന്ത് ചെയ്തു, ആഡ് ഫോട്ടോ പ്ലസ് ബട്ടൺ ഞെക്കിയിട്ട് നേരത്തെ വീഡിയോ ആഡ് ചെയ്തു പോലെ ഇപ്പോൾ സേവ് ചെയ്ത വീഡിയോ എടുക്കുക. അതിന് ശേഷം ഇവിടെ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി എടുത്തിട്ട് അതിനകത്ത് ചെന്നിട്ട് സ്ക്രീൻ ഞെക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നുള്ളൂ കേട്ടോ ഇങ്ങനത്തെ ലോഗോസൊക്കെ. നമ്മൾ വിചാരിക്കും വലിയ പണിയാണ്, ബട്ട് സിമ്പിളാണ്. അപ്പോൾ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ചെയ്യുക. ഇപ്പോൾ ഞാൻ മൊബൈൽ വെച്ചിട്ടായതുകൊണ്ട് ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയില്ലേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ലൈക്കൊക്കെ ചെയ്യുക. ലൈക്ക് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. ഓക്കെ, അപ്പോൾ പിന്നെ ഇൻസ്റ്റാഗ്രാം ID ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. സോ ഇതിന് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം. അതുവരെയും ബൈ ബൈ.